ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈലാഷ് പാർവതിയെ വിളിക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. പാർവതി, നീ അവിടെ റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൈലാഷ് അമ്പലത്തിൽ നിന്നും നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ പാർവതിയും ജെന്നിഫറും ഐഷയും മീരയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൈലാഷ് സാർ എങ്ങാനും ഇവിടേക്ക് വന്നാൽ പിന്നെ നിനക്ക് പോവേണ്ടി വരില്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. സമയം ശോഭ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും പാർവതിയെ ഞാൻ ഇവിടെ എത്തിക്കുമെന്നുള്ള വാശിയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ അമ്പലത്തിലുള്ള എല്ലാവരും പറയുകയാണ്, ഇനിയിപ്പോൾ ആരെ കാത്തു നിൽക്കാനാണ്, നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ എന്ന് പറയുമ്പോൾ ശോഭ പറയുന്നത്, നമുക്ക് തുടങ്ങാം, ചടങ്ങ് തുടങ്ങാം, കുറച്ച് സമയം കൂടി കാക്കാം. ഞാൻ പ്രിയൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട് കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് അവരെ കാക്കാം. അപ്പോൾ പ്രിയൻ പറയണേ, ഇല്ല അമ്മ എത്ര കാത്തിരുന്നിട്ടും കാര്യമില്ല, അമ്മ ഉദ്ദേശിക്കുന്ന ആൾ വരാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരരുത് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശോഭ പറയണ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദർശനയുടെ കയ്യിലുള്ള ഫോൺ വാങ്ങിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് അമ്മയ്ക്ക് എൻ്റെ ഫോൺ, ഇനി ഇങ്ങ് താടി എന്ന് പറഞ്ഞ് ദർശനയുടെ ഫോണും വാങ്ങി ശോഭ മാറി നിന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് മീരയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ മീരയും ഐഷയും ജെന്നിഫറും പാർവതിയൊക്കെ മീരയുടെ ഫോണിലേക്ക് കോൾ വരുമ്പോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ മീര പറയണ, അത് ദർശനയാണ്, എങ്കിൽ നീ ഫോൺ എടുത്ത് സംസാരിക്കുക. അപ്പോൾ മീര, എന്താ ദർശന എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ദർശനയില്ല, ഞാൻ ദർശനയുടെ അമ്മ ശോഭയാണ്. പാർവതി എവിടെ? പാർവതി ആൻറ്റി ഇവിടെ ഇല്ല, പാർവതി പുറത്തു പോയി. ഇല്ല, പാർവതി അവിടെ തന്നെ ഉണ്ട്, എനിക്കറിയാം, നീ സ്പീക്കറിലിട്ട് സംസാരിക്കുക, പാർവതിയോട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഫോണ് സ്പീക്കറിലിടുകയാണ്. എന്നിട്ട് പാർവതിയോട് പറയണേ, പാർവതി നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, നീ വരുന്നത് വരെ ഈ ചടങ്ങ് നടക്കില്ല, നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും കൂട്ടി ഞാൻ ഹോസ്റ്റലിലേക്ക് വരും, എന്നിട്ട് നിൻ്റെ മുന്നിൽ വെച്ച് അവിടെ വെച്ച് ഞാൻ ഈ ചടങ്ങ് നടത്തും, തുളസിയുടെയും പ്രിയൻ്റെയും നിശ്ചയത്തിൻ്റെ ഈ ചടങ്ങ് ഞാൻ നടത്തും, അത് വേണ്ട എന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ശോഭ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അതോടുകൂടി പിന്നെ പാർവതിക്ക് നിവൃത്തിയില്ലാതാവാണ്. അപ്പോൾ മോഹനോട് പ്രിയം പറയുന്നുണ്ട്, അമ്മ എന്ത് തന്നെ ശ്രമിച്ചിട്ടും കാര്യമില്ല, പാർവതി എന്തായാലും ഇവിടേക്ക് വരില്ല, ഞാൻ പാർവതിയോട് ഇവിടേക്ക് വരരുത് എന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും എന്ത് തന്നെ വന്നാലും ശരി ഇനി ഇവിടേക്ക് വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ശോഭ അവിടേക്ക് വരികയാണ്. അപ്പോൾ അവിടെ കൂടിയുള്ളവരൊക്കെ ചോദിക്കണം, അല്ല ഇനി എന്തിനാണ് നമ്മൾ വഴുകുന്നത്, നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ? അപ്പോൾ ശോഭ പറയണേ, ഇല്ല, ഞാൻ പറഞ്ഞ ആൾ ഇപ്പം എത്തും എന്ന് പറഞ്ഞ് പ്രിയനെ ഒന്ന് നോക്കുകയാണ്. ഇനി എന്ത് ഉദ്ദേശിച്ചിട്ടും കാര്യമില്ലടാ, ഞാൻ ഇവിടെ പാർവതിയെ എത്തിച്ചിരിക്കും എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ അമ്മാവൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, അല്ല ആരെയാണാവോ ഈ ശോഭ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ചടങ്ങ് വൈകിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് തന്നെ ചടങ്ങ് നടത്തിയാൽ പോരെ? അപ്പോൾ അമ്മാവൻ പറയണേ, നീ കാത്തു നിൽക്ക്, ധൃതി വെക്കാതെ, ശോഭ ആരെയെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുകൂടി വന്നോട്ടെ എന്നൊക്കെ പറയണേ. അപ്പോഴത്തേക്കുമാണ് പാർവതി അവിടെ വന്ന് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. പാർവതിയെ കണ്ടതോടുകൂടി പ്രിയൻ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അങ്ങനെ പ്രിയൻ കണ്ട് കഴിഞ്ഞ ശേഷമാണ് മോഹനനും സൗസവും പാർവതിയെ കാണുന്നത്. അപ്പോൾ അവരും അങ്ങ് അതിശയിച്ച് പോവാണ്. പ്രിയൻ പറഞ്ഞതാണല്ലോ, ഒരു കാരണവശാലും പാർവതി വരില്ല എന്ന്, ഇതിപ്പോൾ എന്ത് പറ്റി, പാർവതി ഇപ്പോൾ എന്താ ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ. അപ്പോൾ ദർശനയാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ദർശനയും അതിശയിക്കുകയാണ്. എന്നിട്ടാണ് ശോഭ കാണുന്നത്. അപ്പോൾ ശോഭ, ഞാൻ പറഞ്ഞതുപോലെ അവൾ കൃത്യസമയത്ത് ഇവിടെ എത്തി എന്നുള്ള ഭാവത്തിൽ സന്തോഷത്തിലാണ് കേട്ടോ ശോഭ നിൽക്കുന്നത്. എന്നിട്ട് പ്രിയനെ ഒന്ന് നോക്കുകയാണ്. അങ്ങനെ പാർവതി ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി അവിടേക്ക് വരിക കേട്ടോ. അപ്പോൾ പാർവതിയെ കണ്ടപ്പോൾ അവിടെ കൂടിയുള്ള ആളുകൾ പറയണം, അത് ശരി, ശോഭ ഈ കുട്ടിയെയാണോ കാത്തു നിന്നത്, ഞങ്ങൾ കരുതി ഏതോ ഒരു VIP ആണ് വരുന്നത് എന്ന്, എന്നാൽ പിന്നെ ചടങ്ങ് നടത്താം എന്ന് പറഞ്ഞ് അവർ ചടങ്ങ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഈ സമയം കൈലാഷ് ഹോസ്റ്റലിലെത്തുകയാണ്. എന്നിട്ട് പാർവതിയെ വിളിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ജെന്നിഫറും ഐഷയും മീരയും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കൈലാഷ് പാർവതിയെ വിളിക്കാൻ പറയാണ്. അപ്പോൾ ജെന്നിഫർ പറയണ, പാർവതി ഇവിടെ നിന്നും പോയി, ഓട്ടോയിലാണ് പോയത്, കുറച്ച് നേരമായിട്ടുള്ളൂ പോയിട്ട് എന്ന് പറയുമ്പോൾ കൈലാഷ്, അതെ, പാർവതി പോയോ, പാർവതിയെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, എന്നാൽ ശരി എന്ന് പറഞ്ഞ് കൈലാഷ് നേരെ പോവുകയാണ് കേട്ടോ. ഈ സമയം അമ്പലത്തിലെത്തിയ പാർവതിയോട് ശോഭ മനഃപൂർവ്വം തന്നെ പാർവതിയോട് പറയണേ, വിളക്ക് കൊളുത്തുന്ന ചടങ്ങ് വരുമ്പോൾ പാർവതിയോട് കത്തിക്കാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും, ഇതെന്താ ഇപ്പോൾ ദർശനം ഉണ്ടായിട്ടും
പാർവതിയോട് വിളക്ക് കത്തിക്കാൻ പറയുന്നു. ഈ വീടുമായിട്ട് ഈ കുട്ടിക്ക് ഒരു ബന്ധവുമില്ലല്ലോ, പ്രിയൻ്റെ കൂടെ ജോലി ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ, എന്നിട്ട് എന്തിനാണ് പാർവതിയെ കൊണ്ട് വിളക്ക് കത്തിപ്പിക്കുന്നത്? അമ്മാവൻ്റെ ഭാര്യ അമ്മാവനോട് പറയാണ് കേട്ടോ. അപ്പോൾ അമ്മാവൻ പറയണേ, നീ ഏതായാലും ഒന്നും മിണ്ടാതിരിക്കേ, ശോഭ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടാവും, ആ കുട്ടി അത്രയ്ക്ക് വേണ്ടപ്പെട്ടതായിരിക്കും ശോഭയ്ക്ക്, അതുകൊണ്ടായിരിക്കും വിളക്ക് കത്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വിളക്ക് കത്തിക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത റെസീറ്റുമായിട്ട് വരാൻ പറയട്ടോ. അപ്പോൾ അത് ദർശന വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ശോഭ പറയണേ, ദർശനെ നീ പോവണ്ട, പാർവതി തന്നെ പോയി വാങ്ങിച്ചോളും എന്ന് പറഞ്ഞ് പാർവതിയെ അതിനും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പാർവതിയുടെ മനസ്സ് വേദനിപ്പിക്കാനുള്ള രീതിയിലാണ് കേട്ടോ ശോഭ ഓരോന്നും പാർവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പാർവതി വിഷമത്തോടു കൂടി തന്നെയാണ് വിളക്ക് കത്തിക്കുന്നതും ഈ റെസീറ്റ് വാങ്ങാൻ പോകുന്നതൊക്കെ. അപ്പോൾ മോഹനൻ പറയാണ് പ്രിയനോട്, നിൻ്റെ അമ്മ മനഃപൂർവ്വമാണ് പാർവതിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, പാർവതിയുടെ മനസ്സ് വേദനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ പ്രിയൻ പറയണ, അമ്മയുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അങ്ങനെ പാർവതി റെസീറ്റുമായിട്ട് വരികയാണ്. എന്നിട്ട് ചടങ്ങ് നടത്താൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മാവനും പ്രിയനും ഒക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് പ്രിയനെക്കുറിച്ചും പ്രിയൻ്റെ രക്ഷിതാക്കളെക്കുറിച്ചും തുളസിയുടെ രക്ഷിതാക്കളെക്കുറിച്ചൊക്കെ അവർ പറയട്ടോ. ഇനി ചെറുക്കനും പെണ്ണിനും ഒരു തടസ്സവും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തുളസിയുടെ അച്ഛൻ പറയുകയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് പ്രിയനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ശോഭ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ശോഭ പറയുന്നത്, എന്തിനാണാവോ ഏട്ടൻ ഇപ്പോൾ പ്രിയനോട് സംസാരിക്കുന്നത്? അല്ല, എനിക്ക് അവനോട് ചോദിക്കാനുണ്ട്, ഈ കല്യാണത്തിന് അവന് സമ്മതമാണോ എന്നുള്ളത് എനിക്ക് ചോദിക്കണം. അത് കേട്ടതോടുകൂടി ശോഭ അങ്ങ് ഞെട്ടിപ്പോണേ, എന്തിനാണ് ഏട്ടാ ഇപ്പോൾ അതൊക്കെ ചോദിക്കുന്നത്? ഈ ചടങ്ങ് കഴിഞ്ഞ് പോരെ, ഏട്ടൻ ഇനി മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചാൽ പോരെ. അപ്പോൾ അമ്മാവൻ്റെ ഭാര്യയും പറയും, അത് ശരിയാണ്, ശോഭ പറയുന്നത് ശരിയാണ്, ഇപ്പം തന്നെ വഴുകി, ഇനി ചടങ്ങ് പെട്ടെന്ന് നടത്തിക്കൂടെ, എന്നിട്ട് ചോദിച്ചാൽ പോരെ, പ്രിയനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. അങ്ങനെയല്ല, എനിക്ക് പ്രിയനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതും എനിക്ക് പ്രിയനോട് തനിച്ച് സംസാരിക്കണം. അത് വേണ്ട, അതിനൊന്നും ആവശ്യമില്ല, നമുക്കിപ്പോൾ ചടങ്ങ് നടത്താം എന്ന് പറഞ്ഞ് ശോഭ ധൃതി വയ്ക്കുമ്പോൾ, നീ ഒന്നും മിണ്ടാതിരിക്കുക ശോഭ, അല്ല നമ്മളിത് ചെറുപ്പത്തിൽ തന്നെ തീരുമാനിച്ചതല്ലേ, എൻ്റെ ഭർത്താവ് നിങ്ങൾക്ക് തന്ന വാക്കാണ്, പ്രിയൻ്റെയും തുളസിയുടെയും വിവാഹം നടത്തണം എന്നുള്ളത്, അതങ്ങ് നടത്തിയ പോരെ. അത് പോരെ ശോഭ, അത് ചെറുപ്പത്തിലുണ്ടായ കാര്യമല്ലേ, കുട്ടികളൊക്കെ ചെറുതാകുന്ന സമയത്ത്, അവർക്ക് ബുദ്ധിയില്ലാത്ത സമയത്തല്ലേ, അതുകൊണ്ട് എനിക്ക് പ്രിയനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കേട്ടതോടുകൂടി പ്രിയനും മോഹനനും സൗസവും പാർവതിയൊക്കെ ഞെട്ടിപ്പോട്ടെ. അപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ചാണ് അമ്മാവൻ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോകുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, പ്രിയ, നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്, എൻ്റെ മകൾ തുളസിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? അപ്പോൾ പ്രിയൻ പെട്ടെന്ന് അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ശോഭ പറയാണ്, എന്തിനാണ് ഏട്ടൻ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ മകൻക്ക് സമ്മതമായത് കൊണ്ടല്ലേ ഇപ്പോൾ നമ്മൾ ഈ നിശ്ചയം നടത്തുന്നത്. തുളസിയെ എൻ്റെ മരുമകളായി സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ്, എൻ്റെ സമ്മതം തന്നെയാണ് എൻ്റെ മകനും വേണ്ടത്. അങ്ങനെയല്ല ശോഭേ, നിൻ്റെ സമ്മതം മാത്രം പോരാ, വിവാഹം കഴിക്കാൻ പോകുന്നത് പ്രിയനും തുളസിയും തമ്മിലാണ്, അപ്പോൾ അവരുടെ സമ്മതം വേണം. നിനക്ക് സമ്മതമാണെന്ന് പറഞ്ഞു, അത് ശരിയാണ്, എൻ്റെ മകൾക്കും പൂർണ്ണ സമ്മതമാണ് പ്രിയനെ വിവാഹം കഴിക്കാൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൂർണ്ണ സമ്മതമാണ് പ്രിയനെ മരുമകനായി സ്വീകരിക്കാനും. പക്ഷേ പ്രിയന് ഭാര്യയായി സ്വീകരിക്കാൻ, തുളസിയെ ഭാര്യയായി സ്വീകരിക്കാൻ അവന് സമ്മതമാണോ എന്നുള്ളത് അവനോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ പാർവതി, വേണ്ട, ഈ സഭയിൽ വെച്ച് ഒന്നും പറയണ്ട എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പാർവതി പ്രിയൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. പക്ഷേ പ്രിയൻ എല്ലാവർക്കും മുന്നിൽ വെച്ച് അങ്ങ് ഉറക്കെ പറയുകയാണ്, ഇല്ല, എനിക്ക് തുളസിയെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറഞ്ഞതോടുകൂടി ശോഭ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അമ്മാവൻ്റെ ഭാര്യയും, എന്താ പ്രിയ നീ പറയുന്നത്? അപ്പോൾ അമ്മാവൻ പറയണേ, നീയൊന്നും മിണ്ടാതിരിക്കുക, എനിക്കറിയാം പ്രിയനോട് ചോദിക്കാൻ. അപ്പോൾ വീണ്ടും ശോഭ പറയാണ്, ഇല്ല ഏട്ടാ, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം, അവന് സമ്മതം തന്നെയാണ്, അവൻ വെറുതെ പറയുന്നതാണ്, അവന് പൂർണ്ണ സമ്മതമാണ്, അവനിപ്പോൾ കല്യാണം വേണ്ട എന്ന് എന്നോട് പറഞ്ഞതാണ്, പക്ഷേ ഞാനാണ് അവനെ നിർബന്ധിച്ച് ഈ ചടങ്ങിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലാതെ അവന് തുളസിയെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പ്രിയനോട് അമ്മാവൻ വീണ്ടും ചോദിക്കുകയാണ്, ശോഭേ, നീയല്ല മറുപടി പറയേണ്ടത്, അത് പ്രിയനാണ് പറയേണ്ടത്. പ്രിയ, നിനക്ക് എൻ്റെ മകൾ തുളസിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അപ്പോൾ പ്രിയൻ വീണ്ടും പറഞ്ഞു, ഇല്ല, എനിക്ക് സമ്മതമല്ല. അപ്പോൾ നീ ഏതെങ്കിലും പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടോ? അതോടുകൂടി പ്രിയൻ അങ്ങ് ഞെട്ടിപ്പോവണ്ട. അപ്പോൾ പാർവതി, വേണ്ട, പറയണ്ട എന്നിങ്ങനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ പ്രിയൻ എല്ലാവർക്കും മുന്നിൽ വെച്ച് അങ്ങ് പറയുകയാണ്, അതെ, ഞാനൊരു കുട്ടിയെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ശോഭയും അവിടെയുള്ളവരൊക്കെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ അമ്മാവൻ്റെ ഭാര്യയൊക്കെ ഞെട്ടിപ്പോവട്ടെ, എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അമ്മാവൻ പറയാണ്,
നീ ഒന്നും മിണ്ടാതിരിക്കുക. എനിക്കറിയാം പ്രിയൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് ചോദിച്ചത്. എനിക്കറിയാമായിരുന്നു പ്രിയൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ ശോഭ ചോദിക്കാൻ അതെങ്ങനെ ഏട്ടനറിയാം? അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് കൈലാഷിൻ്റെ ഓഫീസിൽ പോയ സമയത്ത് എൻ്റെ ദേഹത്തേക്ക് ചായ പോയില്ലേ, ആ സമയത്ത് ഞാനത് കഴുകാൻ വേണ്ടി ഞാനും കൈലാഷും പോയ സമയത്ത് കൈലാഷാണ് എന്നോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞത്. പ്രിയൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്, അവന് ജീവന് തുല്യമായിട്ടാണ് പെൺകുട്ടിയെ സ്നേഹിക്കുന്നത്, അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനാണ് പ്രിയൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ കൈലാഷ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കൈലാഷാണ് എന്നോട് പ്രിയൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞതോടുകൂടി ശോഭ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ ശോഭ പറയണ ഇല്ല, ഇവൻ ഇതെല്ലാം പച്ചക്കള്ളം പറയുന്നതാണ്, ഈ വിവാഹത്തിനോട് അവനിപ്പോൾ താല്പര്യമില്ല എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടെന്നൊന്നും എനിക്ക് വിവാഹം വേണ്ട അമ്മ എന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഞാനാണ് നിർബന്ധിച്ച് ഇപ്പോൾ ഈ ചടങ്ങ് ഇതുവരെ പെട്ടെന്ന് എത്തിച്ചത്, അല്ലാതെ അവന് അങ്ങനെ ഒരു പെൺകുട്ടിയെയും ഇഷ്ടമല്ല. ഏട്ടൻ അത് വിശ്വസിക്കരുത്. അപ്പോൾ അമ്മാവൻ പറയണേ എങ്കിൽ ശോഭ നീയല്ല ഇതിനുള്ള ഉത്തരം പറയേണ്ടത്, അത് പ്രിയനാണ് പറയേണ്ടത്. പ്രിയൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് പ്രിയൻ പറയട്ടെ. അങ്ങനെ പ്രിയനോട് ചോദിച്ചപ്പോൾ പ്രിയൻ മിണ്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രിയൻ അതെ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ആരാണെന്നുള്ളത് ശോഭ അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പ്രിയൻ പാർവതിയുടെ പേര് പറയാൻ ഒരുങ്ങുകയാണ്. എല്ലാവർക്കും മുന്നിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി പാർവതിയാണെന്നുള്ളത് പറയാൻ പോവുകയാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.